മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മഴ നനഞ്ഞ രോഗികൾ റേഡിയോളജി വിഭാഗത്തിലേക്ക് പോകേണ്ട രോഗികൾക്കാണ് ദുരിതം. രോഗികളെ മഴ നനഞ്ഞു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മഴയും വെയിലുമേറ്റ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് രോഗികൾ എക്സ്റേ എടുക്കാൻ ഉൾപ്പെടെ തൊട്ടടുത്ത ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ജംഷീർ കൊടിഞ്ഞൂരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് രോഗികൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായത്? ദിവ്യ, കഴിഞ്ഞ കുറേ അധികം നാളുകളായുള്ള ഒരു അവസ്ഥയാണിത്. അതിന്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്നലെ രാത്രി ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു രോഗിയെ അവരുടെ സ്ട്രക്ചറിൽ മഴ നനയാതിരിക്കാൻ കവർ മൂടിക്കൊണ്ട് അപ്പുറത്ത് സി ബ്ലോക്കിലേക്ക് പോകേണ്ട അവസ്ഥ. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇങ്ങനെ രോഗികളെ കൊണ്ടുപോകേണ്ട ഒരു ദയനീയമായ അവസ്ഥയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത് എന്നുള്ളതാണ്. എ ബി ബ്ലോക്കുകൾ, അതായത് പ്രധാനപ്പെട്ട ബ്ലോക്കുകളാണ്. അത് അത്യാഹിത വിഭാഗം, ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന എ ബ്ലോക്കിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള സി ബ്ലോക്കിലേക്ക് പുറത്തുകൂടിയാണ് രോഗികളെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വന്ന രോഗികളടക്കം ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഇത് വലിയ തരത്തിലുള്ള ദുരിതമാണ് ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു റാമ്പ് നിർമ്മിക്കുകയാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ രോഗികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും എന്നുള്ള, പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളുമായി വരുമ്പോൾ അവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള, പ്രത്യേകിച്ച് എക്സ്റേ എടുക്കാനൊക്കെ മറ്റുമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവഹാനി വരെ സംഭവിക്കാൻ ഇടയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അത് വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഇപ്പോൾ അതിന്റെ മറ്റൊരു ദൃശ്യം പുറത്തുനിന്നുകൂടി കൂടുതൽ വീണ്ടും ഇത് ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളും ഇതുവരെ കൃത്യമായി മുന്നോട്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മഴ നനഞ്ഞ ചികിത്സ തേടേണ്ട ദുരിതാവസ്ഥ രോഗികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്.